സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വാഗതം. സാഹിത്യ സുരഭിയിൽ നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ, നിരൂപകൻ NE സുധീർ ചെയ്യുന്ന പ്രഭാഷണം, മനോജ് വെങ്ങോലയുടെ കഥ, K സുജാത എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ. നിരൂപകൻ NE സുധീർ സംസാരിക്കുന്നു. 2024 നവംബറിൽ ന്യൂയോർക്കിലെ സോത്ബി എന്ന പ്രസിദ്ധമായ ആർട്ട് ലേലശാലയിൽ വേറിട്ട ഒരു ലേലം നടന്നു. 2.2 മീറ്ററിലുള്ള ഒരു പോർട്രേറ്റ് പെയിൻറ്റിംഗ് ആയിരുന്നു അന്ന് ലേലത്തിന് വെച്ചിരുന്നത്. $100,000 അന്നത്തെ ആ ലേലത്തിൽ പെയിൻറ്റിംഗ് വിറ്റുപോയത്. അതിൻ്റെ ഞെട്ടിക്കുന്ന സവിശേഷത, ആ പെയിൻറ്റിംഗ് വരച്ചത് മനുഷ്യനായ ഒരു കലാകാരനല്ല എന്നതാണ്. AI ഗോഡ് എന്ന് പേരിട്ടിരിക്കുന്ന ആ ചിത്രം തയ്യാറാക്കിയത് എയ്ത എന്ന പേരിലുള്ള ഒരു റോബോട്ടായിരുന്നു. ആ പെയിൻറ്റിങ്ങിന് ആ പേരിടാൻ കാരണം അത് അലൻ ട്യൂറിങ്ങിൻ്റെ പോർട്രേറ്റ് ആയതിനാലാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനായിരുന്നു അലൻ ട്യൂറിങ്. എന്തായാലും ആ ലേലം ഒരു ചരിത്ര നിമിഷം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. നിർമ്മിത ബുദ്ധിയാൽ വരയ്ക്കപ്പെട്ട ഒരു പെയിൻറ്റിങ് ഇത്രയും വലിയ വിലയ്ക്ക് ലേലത്തിൽ വിൽക്കപ്പെട്ടിരിക്കുന്നു എന്നത് പുതുമയുള്ള കാര്യമായി. സാങ്കേതിക വിദ്യ നമ്മളെ എങ്ങോട്ട് നയിക്കുന്നു എന്നതിനെക്കുറിച്ചും നിർമ്മിത ബുദ്ധിയുടെ ഭാവിയെക്കുറിച്ചും ആശങ്കപ്പെടാനും ചിന്തിക്കുവാനും വഴിയൊരുക്കിയ ഒരു സംഭവം. ലോകമാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായി. നിർമ്മിത ബുദ്ധിക്കാലത്ത് മനുഷ്യൻ്റെ സർഗാത്മകതയ്ക്ക് എന്തു സംഭവിക്കും എന്ന ചോദ്യം അതോടെ ഗൗരവമായി ഉയർത്തപ്പെട്ടു. ആ വഴിക്കുള്ള ചർച്ചകൾക്കും അതോടെ തുടക്കം കുറിക്കപ്പെട്ടു. ഇനി ഈ അടുത്ത കാലത്തെ ചില വിശേഷങ്ങൾ നോക്കാം. അടുത്തിടെ അവസാനിച്ച ലണ്ടൻ ബുക്ക് ഫെയറിൽ വിചിത്രമായൊരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഡോണ്ട് സ്റ്റീൽ ദിസ് ബുക്ക്, എ പ്ലീ ഫ്രം ഓതേഴ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സത്യത്തിൽ അതൊരു ഉള്ളടക്കമില്ലാത്ത പുസ്തകമായിരുന്നു. പുസ്തകത്തിൻ്റെ അകത്തുള്ളത് 1000ഓളം എഴുത്തുകാരുടെ പേരുകൾ മാത്രമാണ്. നിർമ്മിത ബുദ്ധിയോട് കലഹിക്കുന്ന എഴുത്തുകാരുടെ പേരുകൾ. അവരുന്നയിച്ച പ്രശ്നം, അവരൊക്കെ എഴുതിയ സാഹിത്യരചനകളെ പിൻപറ്റിയാണ് നിർമ്മിത ബുദ്ധി കമ്പനികൾ പുതിയ പുസ്തകങ്ങൾ നിർമ്മിക്കുന്നത് എന്നതാണ്. ഇത് അനുവദിച്ചുകൂടെന്നും ഗവൺമെൻറ് നിയമനിർമ്മാണത്തിലൂടെ ഇത്തരം സർഗാത്മക മോഷണത്തെ നിയന്ത്രിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഡോണ്ട് സ്റ്റീൽ ദിസ് ബുക്ക് എന്ന ക്യാമ്പയിനും ആ പേരിലെ പുസ്തകവും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലണ്ടനിലെ സൊസൈറ്റി ഓഫ് ഓതേഴ്സ് സമാനമായ ഒരാവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. മനുഷ്യർ എഴുതിയ പുസ്തകങ്ങളും നിർമ്മിത ബുദ്ധിയാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളും വായനക്കാർക്ക് വേർതിരിച്ചറിയുവാൻ വഴിയുണ്ടാക്കണമെന്നാണ് അവരുടെ ആവശ്യം. മനുഷ്യർ എഴുതിയ പുസ്തകങ്ങളുടെ കവറിൽ ഹ്യൂമൺ ഓതേർഡ് എന്നൊരു സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന് അവർ പ്രസാധകരോട് ആവശ്യപ്പെടുകയും ചെയ്തു. നോബൽ സമ്മാന ജേതാവായ കസുവോ ഇഷിഗുറോ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ ഇത്തരം പ്രതിഷേധങ്ങളുടെ മുന്നണിയിലുണ്ട്. സർഗാത്മക എഴുത്തുകാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പിറകിലെ ലക്ഷ്യം. ഇതെല്ലാം കാണിക്കുന്നത് എഴുത്തിൻ്റെയും കലയുടെയും മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വലിയ വെല്ലുവിളി യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ്. എഴുത്തുകാരും വായനക്കാരും അതേപ്പറ്റി ഗൗരവമായി ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട്. മനുഷ്യൻ്റെ സർഗാത്മകത എന്നത് അവന് മാത്രം സിദ്ധിച്ച അപൂർവമായ ഒരു ജൈവ സവിശേഷതയാണ്. നമ്മുടെ സംസ്കാരത്തെ, മാനവികത എന്ന ആശയത്തെ നിർണായകമായ തോതിൽ നിർമ്മിച്ചതും നിയന്ത്രിച്ചതും ഈ സവിശേഷത തന്നെയാണ്. ഭാഷയിലൂടെയുള്ള സംവേദനം എന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ സവിശേഷത. ഭാഷയെന്ന സാധ്യത സാങ്കേതിക വിദ്യയ്ക്ക് കൈമാറിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. ഇന്നിപ്പോൾ ഭാഷയിന്മേലുള്ള കുത്തകാവകാശം നമുക്ക് അവകാശപ്പെടാനാവില്ല. നിർമ്മിത ബുദ്ധി പുതിയ വിപ്ലവങ്ങൾ ഏറ്റെടുക്കുകയായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ അസാധാരണമായ വേഗതയിൽ മുന്നേറുകയാണ്. അത് സ്വയം കലാസൃഷ്ടികൾ നിർമ്മിക്കും, സാഹിത്യം എഴുതും എന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു. നിർമ്മിത ബുദ്ധിയാൽ എഴുതപ്പെട്ട ആദ്യ നോവൽ ഇറങ്ങിയത് 2016 അവിടുന്ന് ഇങ്ങോട്ട് വലിയ മാറ്റങ്ങളുണ്ടായി. ഇന്ന് മിക്ക സാഹിത്യ മേഖലകളിലും AI നിർമ്മിത പുസ്തകങ്ങൾ ലഭ്യമാണ്. മറ്റു കലാരൂപങ്ങളും. 2025 ഡ്രൂ ഹാൻകോക്ക് സംവിധാനം ചെയ്ത കമ്പാനിയൻ എന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമ ഓർക്കുക. അതിലെ ഐറിസ് എന്ന സ്ത്രീ കഥാപാത്രം യഥാർത്ഥത്തിൽ ഒരു റോബോട്ടാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിയുന്നത് സിനിമയുടെ അവസാനം മാത്രമാണ്. കൂടെ ജീവിക്കുന്ന മനുഷ്യരെ യഥാർത്ഥ മനുഷ്യരും AI നിർമ്മിത മനുഷ്യരും എന്ന നിലയിൽ വേർതിരിച്ചറിയാതെ വിഷമിക്കുന്ന ഒരു കാലം വരുമോ എന്ന സന്ദേഹമാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ മനുഷ്യരോട് കോപിക്കുകയും പിണങ്ങുകയും ചെയ്യാൻ സാധിക്കുന്ന റോബോട്ടുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. സ്വയം പ്രവർത്തിക്കുക എന്നത് അവർക്ക് സാധിക്കുമെന്ന് ഇതിനകം തെളിഞ്ഞിരിക്കുന്നു.
ഏതായാലും നിർമ്മിത ബുദ്ധിയുടെ കൗതുക കാലം അവസാനിക്കുകയും ഭീതിതമായ കാലം രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യനും അവനാൽ ഉണ്ടാക്കപ്പെട്ട നിർമ്മിത ബുദ്ധിയും നേർക്കുനേർ വന്നു നിൽക്കുകയാണ്. സത്യത്തിൽ മാനവരാശിയുടെ ഭാവിയെപ്പറ്റിയുള്ള ആശങ്ക പോലും ഈ നേർക്കാഴ്ചയിലുണ്ട്. കേവലമായ കലയും സാഹിത്യവും എന്ന നിലയിൽ ചുരുക്കിക്കാണേണ്ട ഒന്നല്ല ഈ പ്രതിസന്ധി. എഴുത്ത് ഉയർന്ന തലത്തിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, സമൂഹത്തിൻ്റെ ചാലക ശക്തി തന്നെ. ചോദ്യം ചെയ്യാനും തിരുത്തിക്കാനും പ്രാപ്തിയുള്ള ഒന്ന്. മാനവികതയെ കാലാനുസൃതമായി പുതുക്കിപ്പണിഞ്ഞുകൊണ്ടിരിക്കാനും സർഗാത്മകതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വവും അതിനുണ്ട്. അധികാരത്തോട് കലഹിക്കാനും അവരെ മുട്ടുകുത്തിക്കാനും കെൽപ്പുള്ള ഒരു ഉപാധി എന്ന നിലയിലും അതിനെ മനസ്സിലാക്കണം. മനുഷ്യരെ സ്വതന്ത്രരാക്കിയത് സർഗാത്മകതയാണ്, ചിന്തയിലേക്ക് നയിച്ചതും. അത്രയും പ്രാധാന്യമുള്ള ഒന്നിൻ്റെ മേലുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമാവുന്നത്. അപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ്. നിർമ്മിത ബുദ്ധിയെ ആരാണ് നിയന്ത്രിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് അത് പ്രവർത്തിക്കുന്നത്? നിർമ്മിത ബുദ്ധിക്ക് ചിന്തിക്കുവാനുള്ള കഴിവുണ്ടോ? അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? പ്രോഗ്രാം ചെയ്തതിനനുസരിച്ച് മാത്രമാണോ അവ പ്രവർത്തിക്കുക? സത്യത്തിൽ ഇതിൻ്റെയൊക്കെ നിലവിലെ ഉത്തരങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കേവലം 3-4 കമ്പനികളാണ് നിർമ്മിത ബുദ്ധിയുടെ ലോകത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. അവർ ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത്. അവയെ ടെക്നോളജി കമ്പനികളിൽ നിന്ന് വിശേഷിപ്പിക്കരുതെന്നും അവ യഥാർത്ഥ മിലിറ്ററി ടെക്നോളജി കമ്പനികളാണെന്നും വരെ വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ യുദ്ധ കമ്പനികളാണ് ഇനി അങ്ങോട്ട് സർഗാത്മകതയെയും നിയന്ത്രിക്കുക. ആലോചിച്ച് നോക്കൂ. ഇവർക്ക് മേലെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ ലോകത്ത് നിലവിലുള്ള രാഷ്ട്രീയാധികാരങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. സാങ്കേതികവിദ്യ കോർപ്പറേറ്റുകളുമായി കൂട്ടുകൂടി ജനകീയാധികാരത്തെ അർത്ഥരഹിതമാക്കുകയാണ്. എന്തെഴുതണം, എങ്ങനെ എഴുതണം എന്ന് പ്രോഗ്രാം ചെയ്ത് സൃഷ്ടിക്കപ്പെടുന്ന സർഗാത്മക വിഭവങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്. മനുഷ്യബുദ്ധിയുടെ സർഗാത്മക പ്രവർത്തനശേഷി നിർമ്മിത ബുദ്ധിക്കുണ്ടാവുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ബുദ്ധിയുടെ തലം പൂർണ്ണമായും യന്ത്രബുദ്ധി സാധിച്ചെടുത്തേക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ശാസ്ത്രം മറ്റൊരു ചോദ്യം ഉയർത്തുന്നു. ബുദ്ധിയാണോ സർഗാത്മകതയെ സൃഷ്ടിക്കുന്നത് അഥവാ പ്രവർത്തനക്ഷമമാക്കുന്നത്? ഈ അന്വേഷണത്തിന് വേറിട്ടൊരുത്തരം പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാഭ് ഘോഷ് ഈയിടെ എഴുതിക്കണ്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ നോവലായ ഗോസ്റ്റ് ഐ എന്ന കൃതിയിൽ ഒരു കഥാപാത്രം ചില ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മുടെ സർഗാത്മക കഴിവുകളെല്ലാം തലച്ചോറിൽ നിന്നാണ് വരുന്നതെന്ന് ഉറപ്പുണ്ടോ എന്നാണ് പ്രധാന ചോദ്യം. അവ നമ്മുടെ ഉള്ളിൽ നിന്നാണ്, ശരീരത്തിൽ നിന്ന്, ഇന്ദ്രിയങ്ങളിൽ നിന്ന്. തലച്ചോറും അതിൻ്റെ ഭാഗം. അങ്ങനെയാണെങ്കിൽ യന്ത്രബുദ്ധിക്ക് മനുഷ്യൻ്റെ ചിന്തയെ മാറ്റിസ്ഥാപിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. AI തലച്ചോറിനെ അനുകരിക്കുമായിരിക്കും, അത്ര തന്നെ. അതിനപ്പുറമുള്ള കാര്യങ്ങൾ, അതാണ് സർഗാത്മകത, അനുഭവം, വികാരം എന്നിവ. അവയൊന്നും യന്ത്രബുദ്ധിക്ക് വഴങ്ങിയെന്ന് വരില്ല. അമിതാഭ് ഘോഷിൻ്റെ ഈ വാദങ്ങളെ നമുക്ക് സ്വീകരിക്കാം, അത് ആശ്വാസകരവുമാണ്. എന്നാൽ ശാസ്ത്രം ഇക്കാര്യത്തിൽ വലിയ വെളിച്ചമോ ഉറപ്പോ നൽകുന്നില്ല. എന്തായാലും നിലവിലെ സാഹചര്യം സർഗാത്മകതയെ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പ്രേരണയാക്കിയിട്ടുണ്ട്. എന്താണ് സർഗാത്മകത എന്ന അന്വേഷണം ന്യൂറോ സയൻസ് കൂടുതൽ ശ്രദ്ധയോടെ ഏറ്റെടുത്തിട്ടുമുണ്ട്. യുക്തിബദ്ധമായ ഒരു പ്രക്രിയയായി അതിനെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. നിയന്ത്രണ വിധേയമായി പ്രവർത്തിക്കുവാൻ അതിന് കഴിയുകയുമില്ല. സർഗാത്മകതയുടെ പ്രധാന സവിശേഷത മൗലികതയാണ്. മനുഷ്യനിൽ അത് ജന്മവാസനയാണ് എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. മസ്തിഷ്കത്തോടൊപ്പം മറ്റെന്തെല്ലാം ശരീരാവയവങ്ങളാണ് അതിന് കാരണമായി തീരുന്നത് എന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ സങ്കീർണമായ ഒന്നിനെ കൃത്രിമമായി സൃഷ്ടിക്കുവാൻ യന്ത്രബുദ്ധിക്ക് കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യം. ഉത്തരം തൽക്കാലം നമ്മുടെ മുന്നിലില്ല. മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെടുന്ന സർഗോന്മാദം ഉദാത്തമാണ്. യന്ത്രങ്ങളുടെ സർഗജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഇനി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. മറിച്ചും ചിന്തിക്കാം. യന്ത്രബുദ്ധിയുടെ കാലം സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളും ചിന്തകളും അനുഭവങ്ങളും മനുഷ്യരിലെ സർഗാത്മകതയ്ക്ക് വളമാവുകയും അങ്ങനെ പുതിയ കലയും സാഹിത്യവും ഉണ്ടാവുകയും ചെയ്യണം. അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട മാനവിക സർഗാത്മകത ഉരുത്തിരിഞ്ഞു വന്നേക്കാം. നിർമ്മിത ബുദ്ധിക്കാലത്തെ കലാസാഹിത്യ പ്രഹേളികകൾ. നിരൂപകൻ NE സുധീർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി മനോജ് വെങ്ങോല എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. ഒരാൾ എന്നും. മോർച്ചറിക്ക് മുന്നിലെ ഇടനാഴിയിൽ അവൾ നിന്നു. അകത്ത് അയാളുണ്ട്. അടഞ്ഞ ജനലുകൾ കണ്ടപ്പോൾ അവൾ ഓർത്തു, ജനൽപ്പാളികൾ തുറന്നിടാതെ അയാൾക്ക് എങ്ങനെ ഉറങ്ങാനാകും? അയാളിപ്പോൾ അതിനായി ആരോടാകും കലമ്പുന്നത്? വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം പോലും അവരതിൽ തർക്കിച്ചു. അവൾ ജനലുകൾ അടച്ചു കുറ്റിയിടുന്ന കണ്ടുകൊണ്ട് മുറിയിലേക്ക് വന്ന അയാൾ അപ്പോഴേ പറഞ്ഞു, ജനലുകൾ തുറന്നിടണം രശ്മി, എനിക്കത് നിർബന്ധമാ. അയ്യോ! അവൾ പരിഭ്രമത്തോടെ മടിച്ചപ്പോൾ അയാൾ തന്നെ തുറന്നിട്ടു.
കുറച്ചു കാറ്റും നാട്ടുവെളിച്ചവുമില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും. അവൾ മിണ്ടാതെ നിന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ ഇത്രയേറെ വർഷങ്ങൾ അയാൾ ജനലുകൾ തുറന്നിട്ടു തന്നെ കിടന്നുറങ്ങി. എന്നും അവർക്കിടയിൽ അതേ ചൊല്ലി സംസാരമുണ്ടായി. അവൾ വിഷമിക്കുന്നതായി തോന്നിയാൽ അയാൾ പറയും, പേടിയാണെങ്കിൽ കുട്ടി അപ്പുറത്തെ മുറിയിലേക്ക് പോയിക്കൊള്ളൂ. അവൾ പോവുകയില്ല. അയാളെ ചുറ്റിപ്പിടിച്ചു കിടക്കും. അയാൾ ആശ്വസിപ്പിക്കും, പേടിക്കണ്ട, കൂടെ ഞാനില്ലേ, ഇത് എൻ്റെ ഒരിഷ്ടാണ്. അവൾ ചിരിക്കും. ഇഷ്ടം ശീലമായതാണ്. ഇമ്മാതിരി ഇഷ്ടങ്ങളുള്ള ഒരാളുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു സിനിമയുണ്ട്, ഒരു നാടകമുണ്ട്, ഒരു കവിതയുണ്ട്, ഒരു പാട്ടുണ്ട്. പാട്ടിൽ നമ്മളുണ്ട്, ഉണ്ട്, ഉണ്ടാകും. അനുകരണാണല്ലേ ജീവിതം. തന്നെ അങ്ങനെ ആ ചുറ്റിപ്പിടുത്തം വന്യമാകും. മകനുണ്ടായതോടെ അവൾ കിടപ്പ് അവനോടൊപ്പം മറ്റൊരു മുറിയിലാക്കി. നേരം വൈകി ജനൽ തുറന്നിട്ടാൽ കുഞ്ഞിന് നീർവീഴ്ചയും തുമ്മലും മറ്റും വരുമല്ലോ. രാത്രി 3-4 തവണ അവർ കിടക്കുന്ന മുറിയിൽ വന്ന് അയാൾ അവരെ നോക്കി നിൽക്കും. അവളതറിയും, എങ്കിലും കണ്ണടച്ചു കിടക്കും. അവൾ അയാളുടെ ശീലമായി മാറിയിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ. മകൻ മുതിർന്നപ്പോൾ അവൾ അതേ മുറിയിൽ മടങ്ങിയെത്തി. അവരിരുവരും അതു പറഞ്ഞ് ഇടയ്ക്കിടെ പരസ്പരം കളിയാക്കി. ഓരോ ഇഷ്ടങ്ങൾ, ഓരോ ശീലങ്ങൾ. അയാൾക്ക് വേറെയും ഇഷ്ടങ്ങളുണ്ടായിരുന്നു. ശീലങ്ങളായി മാറിയ ഇഷ്ടങ്ങൾ, ശീലങ്ങളുടെ ദാസ്യം. അയാൾ എന്നും പുലർച്ചെ അലാറം വെച്ചെഴുന്നേറ്റു, നടക്കാൻ പോയി. തിരികെ വന്ന് കാപ്പിയിട്ട് ഉറങ്ങുന്ന അവളെയും മകനെയും വിളിച്ചുണർത്തി ഒന്നിച്ചിരുന്ന് കുടിച്ചു. അവൾ അടുക്കളയിൽ കയറുമ്പോൾ ചെടികൾ നനച്ചു, കാർ കഴുകി, വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിക്കുന്ന മകനെ ശാസിച്ചു. അവൻ മടിച്ചില്ലെങ്കിലും ശാസിച്ചു. മകനെ സ്കൂളിലാക്കി, അവളെ അവളുടെ ഓഫീസിലും. എന്നിട്ട് സ്വന്തം ഓഫീസിലേക്ക് കാറോടിച്ചു പോയി. വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്തെത്തി മകനെയും കൂട്ടി വീണ്ടും ഓഫീസിൽ. ഇറങ്ങും വരെ മകൻ അവിടിരിക്കും. അവിടുന്നിറങ്ങിയാൽ അവളുടെ ഓഫീസ്. അവൾ ഇറങ്ങാൻ എന്നും വൈകും. മൂവരും വീട്ടിലെത്തുമ്പോൾ ഇരുട്ടാകും. അപ്പോഴെല്ലാം അയാൾ ചുമ്മാതൊരു കുട്ടിക്കുസൃതിയോടെ കോളിംഗ് ബെൽ അമർത്തും. മകൻ ചോദിക്കും, അകത്ത് ഡോർ തുറന്നു തരാൻ ആരിയ്ക്കുന്നു അച്ഛാ? അയാൾ സിറ്റൗട്ടിൽ ലൈറ്റ് തെളിയിച്ചുകൊണ്ട് പറയും, അകത്ത് വേറെ ഒരു അച്ഛനുണ്ടടാ. ഡ്രസ്സ് മാറിയാൽ അയാൾക്കൊരു ചായ വേണം. അതയാൾ തന്നെ തിളപ്പിക്കും. ആ ചായയുടെ കടുപ്പം അയാൾക്കേ അറിയൂ. അവൾക്കും മകനും ചായ പകർന്നു നൽകി അന്നത്തെ വിശേഷങ്ങൾ ചോദിക്കും, പറയും. രാത്രി അവൾ മകനെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുമ്പോൾ അയാൾ ടെറസിൽ മലർന്നു കിടക്കും. അവളെങ്ങാൻ അടുത്തു ചെന്നാൽ പറയും, ചന്ദ്രൻ ചെറുതായി പോകുന്നുണ്ടല്ലേ? ഉണ്ടാകും. അടുത്തിടെ ചന്ദ്രനിൽ 1000-ഓളം വിള്ളലുകൾ കണ്ടെത്തിയത്രേ. ഓഹോ, ചന്ദ്രൻ അകമേ ചുരുങ്ങുന്നത് ശീലമാക്കുകയാകും. അവൾ അയാളോട് ചേർന്നിരുന്ന് ചന്ദ്രനെ നോക്കും. ഒക്കെ ചന്ദ്രൻ്റെ ഇഷ്ടം. അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല അവളുടേത്. അയാളും അതെ. അതിനാൽ വീടെപ്പോഴും ഒരു നിശബ്ദതയിൽ ആണ്ടുനിന്നു. മകൻ കുട്ടിയായിരുന്നപ്പോൾ മാത്രമാണ് അതിന് മാറ്റമുണ്ടായത്. മുതിർന്നപ്പോൾ അവനും സംഭാഷണങ്ങളോട് വിമുഖനായി. അപൂർവമായി അവൾ പഴയ ചില ചലച്ചിത്രഗാനങ്ങൾ താഴ്ന്ന സ്ഥായിയിൽ പാടും. അവൾ പാടുന്നത് കേൾക്കാൻ അയാൾക്ക് ഇഷ്ടമായിരുന്നു. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി എന്ന പാട്ടാണ് അവൾ മിക്കവാറും പാടിയിരുന്നത്. വൃശ്ചികമാനത്തെ പന്തലിൽ വെച്ചോ പിച്ചകപ്പൂവള്ളി കുടിലിൽ വെച്ചോ ആരോടും ചിരിക്കുന്ന കുസൃതിക്ക് പ്രിയദേവൻ ജീരകക്കസവിൻ്റെ പുടവ തന്നു എന്ന ഭാഗമെത്തുമ്പോൾ അയാൾ അവളെ ആഞ്ഞു പുൽകും. അസഹ്യത ഭാവിച്ച് മെല്ലെ കുതറിക്കൊണ്ട് അവൾ പറയും, വിട്, ഭരണിക്കാവ് ശിവകുമാർ ഓരോന്ന് എഴുതി വച്ചതിന് ഞാൻ എന്തു പിഴച്ചു? നിനക്ക് പാടാൻ വേണ്ടി എഴുതിയതാണ് ആ പാട്ട്, എനിക്ക് കേൾക്കാനും. അവൾ ചോദിക്കും, ആ വരി എത്തുമ്പോൾ എപ്പോഴും എന്നെ കെട്ടിപ്പിടിക്കുമല്ലോ? ശീലായതാണ് കുട്ടി. അയാൾ കെട്ടിപ്പിടിക്കുമ്പോൾ അയാളുടെ ഇടതുകൈയിലെ ചെറുവിരലിലാകും അവളുടെ ശ്രദ്ധ. നഖം നീട്ടി വളർത്തിയ ആ വിരലിലേക്ക് അവൾ അസ്വസ്ഥതയോടെ നോക്കും. അയാൾ പ്രകടിപ്പിക്കുന്ന സ്നേഹവായ്പ് അവൾ മറക്കും. മറ്റു വിരലുകളിലെ നഖമെല്ലാം വെട്ടി വൃത്തിയാക്കുമെങ്കിലും ഈ ചെറുവിരലിലെ നഖം മാത്രം നിശ്ചിത നീളത്തിൽ മുറിക്കാത്തതെന്തേ എന്ന് ചോദിക്കണമെന്ന് അവൾ ആഗ്രഹിക്കും. പക്ഷേ ചോദിക്കുകയില്ല. ചോദിച്ചാൽ അയാൾ പറഞ്ഞേക്കും, മുറിക്കാൻ തോന്നണില്ലെന്നേ. ശീലങ്ങൾ, ഇഷ്ടങ്ങൾ, ആവർത്തനങ്ങൾ, ശാഠ്യങ്ങൾ അല്ല, ഒരിക്കലുമല്ല. മോർച്ചറിയുടെ മുന്നിലേക്ക് ഒരു പോലീസ് വാഹനം തിരക്കിട്ടെത്തുന്നത് നോക്കി നിൽക്കെ അവൾ അകമേ പറഞ്ഞു, അല്ല, അതൊരിക്കലും ശാഠ്യങ്ങളായിരുന്നില്ല. ഇഷ്ടങ്ങൾ നിവർത്തിക്കാൻ സ്വയം ക്രമപ്പെടുന്നത് എങ്ങനെ മറ്റൊരാൾക്ക് ശാഠ്യമാകും? അയാളുടെ സ്വഭാവം, അതിൻ്റെ സൂക്ഷ്മതയിലും പൂർണ്ണതയിലും തനിക്ക് നന്നായി അറിയാമെന്ന് അവൾ വിശ്വസിച്ചു. അയാളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഇനിയുള്ള കാലം അയാൾ കൊണ്ടുനടന്ന ഓരോ ശീലങ്ങളും അവൾ ഓർമ്മിക്കും. ആ ഓർമ്മകളുടെ ശീലമാണ് ഇനി അങ്ങോട്ട് അവൾക്ക് അയാൾ. അയാൾ എന്നും കറുത്ത കരയുള്ള മുണ്ട് മാത്രം ധരിച്ചു.
ഇളം നിറമുള്ള ഷർട്ടുകൾ മാത്രം തിരഞ്ഞെടുത്തു. നീലനിറമുള്ള പാരകൺ ചെരിപ്പിട്ടു. വട്ടത്തിൽ ഡയലുള്ള ബ്ലാക്ക് ഡോട്ടഡ് മെറൂൺ സ്ട്രാപ്പ് വാച്ചുകൾ കെട്ടി. തുളസിയിലയോ പനിക്കൂർക്കയിലയോ ഇട്ടു തിളപ്പിച്ച വെള്ളം മാത്രം കുടിച്ചു. പ്രഭാതങ്ങളിൽ അശ്രദ്ധയോടെ ഷേവ് ചെയ്ത് കവിൾ മുറിച്ചു. ഞായറാഴ്ച രാത്രികളിൽ നാട്ടിലുള്ള ബാല്യകാല സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് അരമണിക്കൂർ സംസാരിച്ചു. സെക്കൻഡ് സാറ്റർഡേകളിൽ ചെടിച്ചട്ടികളുടെ മണ്ണിളക്കി. രാഷ്ട്രീയം നോക്കാതെ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തു. നഖത്തുമ്പിലെ മഷിവട്ടം പതുക്കമായുവോളം എന്നും അവൾ കേൾക്കെ ചന്ദ്രഗ്രഹണം എന്ന് ഉരുവിട്ടു. മുറ്റത്തെ ചെടികളിൽ നിന്നും താഴെ വീണ പൂക്കൾ പെറുക്കാൻ ശ്രമിച്ചാൽ അയാൾ ഉടനെ വിലക്കി. വാടി വീണ പൂക്കൾ പെറുക്കരുത് കുട്ടി, വാസനിക്കരുത്. ആൾക്കൂട്ടവും ആഘോഷവും മടിപ്പിക്കുമെന്ന കാരണത്താൽ അതെല്ലാം അയാൾ പാടെ ഒഴിവാക്കി. ബന്ധുഗ്രഹ വിവാഹങ്ങൾ പോലെ ഒഴിവാക്കാനാവാത്ത ഘട്ടങ്ങളിൽ അവളെയും മകനെയും പറഞ്ഞുവിട്ടു. കുട്ടികളെപ്പോലെ ചെറു ചുവടുകൾ വെച്ച് തിരക്കില്ലാതെ നടന്നു. ഉടച്ച തൈരിൽ ഉപ്പ് ചേർത്ത് വറ്റൽമുളകും ഉള്ളിയും വേപ്പിലയും വറുത്തിട്ടാൽ അസലായിരിക്കുമെന്ന് അത്താഴമേശയിൽ പതിവ് തെറ്റാതെ പറഞ്ഞു. 1-ാം തീയതികളിൽ ബില്ലുകൾ അടയ്ക്കാൻ ഓർമ്മിപ്പിച്ചു പണം നൽകി. ആർത്തവ ദിനങ്ങളിൽ അവളുടെ ദേഷ്യപ്പെടലുകൾ ക്ഷമയോടെ കേട്ടു. ക്ഷമിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ കൂടുതൽ ദേഷ്യപ്പെട്ടു. ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകും വരെ മലയാളം പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞതിന് മകനെ പരിഹസിച്ചു. പോത്തുപോലെ വളർന്നല്ലോ, ആശാന്റെ 2 വരി തെറ്റാതെ ചൊല്ലടോ എന്ന വെല്ലുവിളിയെ അവൻ ഒരൊറ്റ ഉമ്മ കൊണ്ട് നിശബ്ദമാക്കുമായിരുന്നു. അവൻ്റെ ആ ഉമ്മ കിട്ടാൻ വേണ്ടിയായിരുന്നു പരിഹാസം എന്ന് പിൽക്കാലം അയാൾ എന്നും പൊട്ടിച്ചിരിച്ചു. ഭീകരമായി കോപിക്കുന്ന അയാൾ അവളുടെ ഓർമ്മയിലില്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന ആമുഖത്തോടെ മാത്രം സംഭാഷണങ്ങൾ ആരംഭിച്ചു. ആരംഭിച്ചതെല്ലാം കൃത്യതയോടെ തുടർന്നു. നിഷ്കളങ്കമായ കൃത്യതയാണ് അയാളെന്ന് അവൾക്ക് പലപ്പോഴും തോന്നി. ആ കൃത്യത അയാളെ അപകടപ്പെടുത്തുമെന്ന് പോലും അവൾ ഭയപ്പെട്ടു. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം പകൽ അയാൾ എന്തു ചെയ്യുമെന്ന് അവൾ ഭീകരമായി ആശങ്കപ്പെട്ടിരുന്നു. അയാൾക്ക് പക്ഷേ അത്തരം ആശങ്കകൾ ഒന്നും ഉണ്ടായില്ല. അയാൾ പറഞ്ഞു, രാവിലെ നിന്നെ ഓഫീസിലാക്കിയിട്ട് വണ്ടിയോടിച്ച് പോകാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ പോകും. വൈകിട്ട് കൃത്യസമയത്ത് വിളിക്കാൻ വന്നാൽ പോരെ. അയാൾ പുതിയൊരു ശീലം തുടങ്ങുകയാണെന്നോർത്ത് അവൾ പുഞ്ചിരിച്ചു. നമ്മുടെ നാടാണ്, എന്നിട്ടും കാണാത്ത സ്ഥലങ്ങൾ എത്രയാണല്ലേ. തുടർന്നങ്ങോട്ട് ഓരോ ദിവസവും മറക്കാതെ അവൾ ചോദിക്കും, ഇന്ന് എങ്ങോട്ട് പോയി ദാസേട്ടാ? അയാൾ മടിച്ചു പറയും, ഞാനിന്ന് കല്ലിൽ ഗുഹാക്ഷേത്രം കാണാൻ പോയി. മണ്ണ് തൊടാത്ത കല്ല്, തൊട്ടിട്ടില്ല, വിട്ടുപോവുകയുമില്ല. കാന്തം, നീയൊന്ന് കാണണം രശ്മി. ഞാനിന്ന് പിറക്കാട്ടുചിറ കാണാൻ പോയി. ചിറയ്ക്കടിയിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്തെ നിധി കിടപ്പുണ്ടത്രേ. നമുക്കീ ജീവിതമല്ലേ നിധികുംഭം അല്ലേ? ഞാനിന്ന് കടുവാൾ ഗുഹാമുഖം കാണാൻ പോയി. രാജാക്കന്മാർ ഒളിച്ചിരുന്ന ഗുഹയാണെന്ന് കേട്ടു. ഒളിക്കാൻ ഒരിടമുള്ളത് എത്ര നന്ന്. ഞാനിന്ന് അഭയാരണ്യത്തിൽ പോയി. ആനക്കൊട്ടിൽ കാണേണ്ടത് തന്നെ. ഞാനിന്ന് ഭൂതത്താൻ കെട്ട് കാണാൻ പോയി. ജലം അടങ്ങിക്കിടക്കുന്നു, അടിയാകെ ചുഴി. എന്നിട്ടും എന്തൊരു ശാന്തത, എന്തൊരു ഗംഭീര വന്യത. പേടിയായി. ഞാനിന്ന് കടൽ കാണാൻ പോയി. ആഴങ്ങൾ ഒളിപ്പിച്ച ഇരമ്പം, തിര, കാറ്റ്, കടൽപ്പാലം. എനിക്ക് ചാടി മരിക്കാൻ തോന്നി. പക്ഷേ രശ്മി, നീയുള്ളപ്പോൾ ഞാൻ എന്തിന് മരിക്കണം? ഇങ്ങനെ എന്തെങ്കിലുമൊന്ന് കേൾക്കാനായി അവൾ എന്നും ചോദിക്കും. പറയൂ, ഇന്നെങ്ങോട്ടാണ് പോയത്? അയാൾ സംഭാഷണപ്രിയനല്ല, എങ്കിലും പറയും, ഇന്ന് മോർച്ചറിയുടെ വാതിൽക്കൽ നിൽക്കുമ്പോൾ അവൾ ആലോചിച്ചു പോയി. മരിക്കാൻ മാത്രം നിങ്ങൾ ഏത് ശീലമാണ് തെറ്റിച്ചത്? ഏത് ശീലമാണ് നിങ്ങളെ ഒറ്റിയത്? എവിടേക്കാണ് ഒറ്റയ്ക്ക് പോയത്? പൊടുന്നനെ ഒരു അപരിചിതനോടൊപ്പമായിരുന്നു ഇത്രനാളും കഴിഞ്ഞതെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. ആ നിമിഷം അയാളുടെ ദിനസരിക്കുറിപ്പുകൾ വായിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. ആ അവസാനത്തെ പേജെങ്കിലും, അതെങ്കിലും വായിക്കണം. മോർച്ചറിയുടെ വരാന്തയോട് ചേർന്നുള്ള കൽക്കെട്ടിലേക്ക് കൈനീട്ടി ഒരു ഇലഞ്ഞിമരം നിൽപ്പുണ്ട്. അതിനു ചുവടെ കുഴിഞ്ഞു വീണ പൂക്കൾ. അവിടേക്ക് നോട്ടം നീണ്ടപ്പോഴേ അയാളുടെ ശബ്ദം പിന്നിൽ സ്പഷ്ടമായും അവൾ കേട്ടു. മണ്ണിൽ വീണതല്ലേ, പെറുക്കരുത്, വാസനിക്കരുത്. ശീലങ്ങൾ അവൾക്കുമുണ്ട്. അവളുടെ ശീലമാണ് അയാൾ. അവൾ കൂസുകയില്ല. എന്നത്തെയും പോലെ അവൾ പരിഹസിച്ചു ചിരിക്കും. ഒന്ന് പോയേ, വിഡ്ഢിതം പറയാതെ. പറയാൻ പറ്റും, പക്ഷെ ചിരിക്കാൻ കഴിയില്ല, കരയാനുമാകില്ല. രണ്ടിനുമിടയിൽ കൈകൂപ്പി നിന്ന് അവൾ ദൈവദശകം മെല്ലെ ഉരുവിട്ടു. ആഴിയും തിരയും കാറ്റും അഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. ഒരാൾ എന്നും മനോജ് വെങ്ങോലയുടെ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കെ സുജാത എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
ഒരു മഴപ്പാട്ട്. വിഷുവന്ന് മുത്തമിട്ടോടിയ പാടത്ത് മുന്നാഴി വിത്ത് വിതച്ചിടുവാൻ കരിയുമായോടി വന്നെത്തിയതാണ് ഞാൻ. കരിമുകിൽ പെണ്ണുങ്ങളെങ്ങ് പോയി? വിഷുവന്ന് മുത്തമിട്ടോടിയ പാടത്ത് മുന്നാഴി വിത്ത് വിതച്ചിടുവാൻ കരിയുമായോടി വന്നെത്തിയതാണ് ഞാൻ. കരിമുകിൽ പെണ്ണുങ്ങളെങ്ങ് പോയി? ഒരു വേള പായാരമമിതമായി കേട്ടതിൽ പരിഭവം തേടിയോ നാണമാർന്നോ? എവിടെ കടന്നൊളിച്ചിക്കുറി അരുമയാം മലയാള മണ്ണ് മറന്നുപോയോ? ഒരു വേള പായാരമമിതമായി കേട്ടതിൽ പരിഭവം തേടിയോ നാണമാർന്നോ? എവിടെ കടന്നൊളിച്ചിക്കുറി അരുമയാം മലയാള മണ്ണ് മറന്നുപോയോ? പരിധി വിട്ടവളന്ന് കേറിക്കളിച്ചതിൽ പരിഭവം പറയാത്തൊരാളുമില്ല. അരുമയാണെങ്കിലും കുസൃതികൾ കൂടിയാൽ ഉടയോനും കയ്യോങ്ങിപ്പോവുകില്ലേ? തിരിമുറിഞ്ഞിടാതിവൾ പെയ്തു പെയ്തെൻ്റെ പുരയിടത്തെ പുഴ പുണർന്നിരുന്നു. അറയിൽ ഞാൻ തന്ന വിത്തെവിടെ എന്നു ചോദിച്ചു മഴയൊത്തിവൾ കേറി വന്നിരുന്നു. പുഴയിൽ ഞാൻ ഏൽപ്പിച്ചതൊക്കെയും സൂക്ഷിച്ച് തിരികെ വീട്ടിൽ കൊണ്ടു തന്നിരുന്നു. തെരുവുകൾ, വയലുകൾ, മൈതാന ഭംഗികൾ കാണുവാൻ പുഴയൊത്ത് വന്നിരുന്നു. ഒരു കള്ളിയെപ്പോലെ വന്നെൻ്റെ ധനധാന്യമൊരു പിടി വെക്കാതെടുത്തിരുന്നു. ആർത്തലച്ചലറിക്കിതച്ചും കുതിച്ചുമാ തറവാട് മൂടിത്തിമർത്തിരുന്നു. അരുമയാണെങ്കിലും കുസൃതികൾ കൂടിയാൽ ഉടയോനും കയ്യോങ്ങിപ്പോവുകില്ലേ? കരിമുകിൽ തീർക്കുന്നു മഴകളെ, പുഴകളെ, കരകളെ, വയലിൻ്റെ കൗതുകത്തെ. വയറും നിറഞ്ഞ് തുള്ളിക്കളിച്ചോടുന്ന വിരുതുള്ള ജീവൻ്റെ ഉത്സവത്തെ. മനുജനെ, മനുജൻ്റെ നൂറ് നൂറായിരം മഹിതമോഹാഹ്ലാദ കൂജനത്തെ. മലരിനെ, കുളിരിനെ, കുളിരിലാർന്നുലയുന്ന ധനുമാസരാവിൻ്റെ ആതിരയെ. തിരുവോണവും വിഷു പുത്തരി പൂരവും തിറയുമാ പൂതനും കാർത്തികയും നിറയുന്ന ഭൂമി തന്നുത്സവത്തെ കുടമാറ്റമായെത്തുന്നൊരു ഋതുഭംഗിയെ. കരിമുകിൽ തീർക്കുന്നു, മായ്ക്കുന്നു, പുത്തനായി വരയുന്നു പിന്നെയും മായ്ക്കുവാനായി. ഇടയിലീ പെണ്ണിന് ഭാവം പകർന്ന് നിണമാകാതെ കാക്കണം നമ്മൾ തന്നെ. കലിയടങ്ങിടാതെ താണ്ഡവം തുള്ളുവാൻ ഇട നൽകിടേണ്ടിവൾ ശാന്തമൂർത്തി. ചിരി തൂകിയെന്നും കുറുമ്പു കാട്ടി നാട്ടിലരുമയായിവൾ വൻപ് കാട്ടിടട്ടെ. ഇടയിലീ പെണ്ണിന് ഭാവം പകർന്ന് നിണമാകാതെ കാക്കണം നമ്മൾ തന്നെ. കലിയടങ്ങിടാതെ താണ്ഡവം തുള്ളുവാൻ ഇട നൽകിടേണ്ടിവൾ ശാന്തമൂർത്തി. ചിരി തൂകിയെന്നും കുറുമ്പു കാട്ടി നാട്ടിലരുമയായിവൾ വൻപ് കാട്ടിടട്ടെ. ഇനിയൻ കലപ്പ ഞാനാഴ്ത്തട്ടെ മണ്ണിലൻ കനവിൻ്റെ വിത്തുകൾ പാകിടേണം.
അവമുളച്ചായിരം കതിർവീശി അന്നമായി ജലമായി സുഗന്ധം പരത്തിടട്ടെ. മൃതി കൊയ്ത പാടത്തിലൊക്കെയും പുതുനാമ്പ് വിടരുവാനുഴുത് മുന്നേറിടട്ടെ. ഇനി എൻ കലപ്പ ഞാനാഴ്ത്തട്ടെ മണ്ണിൽ, എൻ കനവിൻ്റെ വിത്തുകൾ പാകിടേണം. അവമുളച്ചായിരം കതിർവീശി അന്നമായി ജലമായി സുഗന്ധം പരത്തിടട്ടെ. മൃതി കൊയ്ത പാടത്തിലൊക്കെയും പുതുനാമ്പ് വിടരുവാനുഴുതു മുന്നേറിടട്ടെ. പുതുനാമ്പ് വിടരുവാനുഴുതു മുന്നേറിടട്ടെ. തട്ടകം. ഒന്നു കാണേണമാ തട്ടകം, അജ്ഞാത തീരത്തിലെങ്ങോ ലസിക്കുമാ തട്ടകം. ചെന്നു കാണേണമാ തട്ടകം, വേറിട്ട കൂട്ടുകാരൊന്നിച്ച സ്വർഗീയ മണ്ഡപം. ഇന്നലെയോളമെന്നോടൊത്തു നിന്നവർ, എൻ്റെ ആത്മാവിൻ്റെ ഭാഗങ്ങളായവർ. എന്നെ വിളിക്കാതെ ഓടി മറഞ്ഞവർ, മണ്ണിൽ നിന്നോടി മറഞ്ഞൊരു തട്ടകം. ഒന്നെനിക്കോടിയെത്തിയിടണം, മണ്ണിലോ പാതാളഗർഭഗേഹത്തിലോ ഹൃത്തിലോ. ഒന്നു കാണേണം ആ കണ്ട വിശേഷങ്ങളൊന്നൊഴിയാതെ ഇവിടെ പറയണം. കൂട്ടരെ കാണുമ്പോഴെന്തൊക്കെയുണ്ടെന്ന് കൈപിടിച്ചാനന്ദമൊപ്പം നുകരണം. മുത്തച്ഛനച്ഛനും മുത്തശ്ശി അമ്മയും മൂർധാവിൽ മുത്തി ആശീർവാദമേകണം. മായാതെ തങ്കലിപികളിൽ തൻ പേര് മണ്ണിൽ കുറിച്ചവർ ദർശനം നൽകണം. മുൻപേ നടന്നവരൊക്കെ വിശ്രാന്തിയാം ദുഗ്ധം നുകർന്നിരിക്കുന്നിടത്തെത്തണം. ഒന്നു കാണേണമാ തട്ടകം, വേറിട്ട ബന്ധുക്കളൊന്നിച്ച സ്വർഗീയ മണ്ഡപം. കെ സുജാത സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു. നിർവഹണം പ്രീതി ജോസഫ്. സഹകരണം സുനിത വിശ്വൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം. സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.